ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് നോക്കാൻ പോകുന്നത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള മതി. നന്നായിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് മീനേ ഉള്ളൂ ഇവിടെ ആയതുകൊണ്ട് മീനൊന്നും അധികം വരത്തില്ല. നമുക്ക് മീനൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കഴുകി. എന്നിട്ട് ആ ഉള്ളി നന്നായിട്ട് ഈ കളർ വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക, എണ്ണയൊക്കെ ഒഴിച്ച്. പിന്നെ ബുസു എപ്പോഴും ഈ മീൻ കറി എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ നോക്കി വെക്കും. പിന്നെ അതിനകത്ത് നമുക്ക് തേങ്ങ ചിരണ്ടിയതിടാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അധികം ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നമുക്കൊരു കുറച്ച് കളർ വരുമ്പോഴത്തേക്കും ഇതുപോലെ വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ വേറെ ഒരു പാത്രത്തിൽ, ആ പാത്രത്തിൽ തന്നെ വെക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കടുക് പൊട്ടിച്ച്, കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട്, പിന്നെ അതിനകത്ത് തക്കാളി മാത്രം ഇട്ടാൽ മതി. ഞങ്ങളിവിടെ തക്കാളി ഇട്ടിട്ടുണ്ട്, കുറച്ച് തക്കാളി ആവശ്യത്തിന്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ബാക്കി വന്നായിരുന്നു, ഞങ്ങൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ വരണം. ഇതുപോലെ വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് മുളക് പൊടിയൊക്കെ ഇടാം, പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഞങ്ങൾ അതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ ഞങ്ങളുടെ അടുത്ത് എല്ലാം മിക്സായ ഒരു മസാലയാണ് കയ്യിലുള്ള. തമിഴ്നാട് സൈഡായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന മസാലയാണ് ഇത്. നല്ല ടേസ്റ്റായി മസാലയ്ക്ക്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, പിന്നെ അതിനകത്ത് തേങ്ങ നമ്മൾ മാറ്റി വെച്ച അതുണ്ടല്ലോ, തേങ്ങയും പിന്നെ ഉള്ളിയൊക്കെ, അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇളക്കി എടുക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണം അതിനകത്ത് ഇടാം, കുറച്ചായിട്ട് ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഇത്. ഭയങ്കര ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മീൻ പൊടിയും വേറെ പൊടികളൊന്നും ചേർക്കണ്ട നമുക്ക്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കുറച്ച് നേരം വേവിച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് കിട്ടും, അടുപ്പിലായതുകൊണ്ട് നന്നായിട്ട് തിളച്ച് കിട്ടും. പിന്നെ നമുക്ക് കറിയൊക്കെ വെന്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് ചോറൊക്കെ വെച്ച് കഷ്ണം വെച്ച് ആദ്യം നമുക്ക് റിയാക്ഷനിക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്.